സ്റ്റുഡൻസ്, പൂജ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോ പൂജ വെക്കാനുള്ള ബുക്സ് എല്ലാം എടുത്തോണ്ട് വരൂ. ബുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേടാ? അതെ. എന്തായാലും ഇത്ര ബുദ്ധിമുട്ട്? ആക്രിക്കടയിൽ കൊണ്ടുപോയി വിറ്റ ബുക്ക് തപ്പിപ്പിടിച്ചെടുക്കണ്ടേ, സമയം എടുക്കും. എന്തോ നടോ ഇതൊക്കെ? ചെലവിന് പൈസ ഇല്ലാത്തോണ്ട് നമ്മൾ അങ്ങടുത്ത് വിറ്റ്. ഇങ്ങനെയാണെങ്കിൽ ചെലവിന് പൈസ ഇല്ലെന്ന കാര്യം നീയൊക്കെ എന്നെ പിടിച്ച് വിൽക്കുമല്ലോ. പേടിക്കണ്ട, തുരുമ്പ് പിടിച്ച സാധനങ്ങൾക്ക് ആക്രിക്കടയിൽ വിലയില്ല. ഇനിയിപ്പോ നിങ്ങൾ പൂജയ്ക്ക് എന്താണ് വെക്കാൻ പോകുന്നത്? എന്റെ കഴിവാത്തൊരു കൈലിയുണ്ട്, എവന്റെ ഒരു മുഷിന്റെ ഒരു ഷർട്ടും ഉണ്ട്. സാർ അങ്ങോട്ട് മാറുകയാണെങ്കിൽ നമ്മളങ്ങോട്ട് ഊരി തരാം. പോയൊരു പേനെങ്കിലും എടുത്തോണ്ട് പാടോ. ചുമരില്ലാതെ എന്തിനാണ് സാർ ചിത്രം വരാ? താനക്കിനി എന്ന് നന്നാവോടോ? സാർ അതിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല. സാറ് പെൻഷനായി കഴിഞ്ഞാൽ PF ഫണ്ടൊക്കെ കിട്ടൂലേ, അപ്പൊ അതിനൊരു വിഹിതം നമുക്ക് തന്നാ വല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പൊട്ടിപ്പൊളി നടന്നോളാം നമ്മൾ, അല്ലേ? നാണുണ്ടോടോ മറ്റുള്ളവരുടെ പൈസ മോഹിക്കാൻ? സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം. സാറേ, ഒരു നാൾ വണ്ടേ അല്ല ഉണ്ടേ. നീ എന്ന് നന്നാവുന്നോ അന്ന് ഈ ലോകം അവസാനിക്കും. കേട്ടടാ ശങ്കര, നമ്മളെ കയ്യിലാണ് ലോകം അവസാനിരിക്കുന്നത്, ഒരിക്കലും അവസാനിപ്പിക്കരുത്. സാറേ പഠിക്കണ്ട. മോനെ, മറ്റുള്ളവരെ കൊണ്ട് മോശമെന്ന് പറയിപ്പിക്കാൻ എളുപ്പമാണ്, നല്ലതെന്ന് പറയിപ്പിക്കാനാണ് പാട്. ഇപ്പറയണ സാറിന് എല്ലാരും കൂടെ നല്ലത് പറഞ്ഞിട്ട് സാർ എന്ത് നേടി? എല്ലാം ഞാൻ നേടി. എന്റെ ഈ സ്കൂൾ. അത് നാട്ടുകാരെയും പിള്ളേരെ പറ്റിച്ചുണ്ടാക്കിയത്, അത് വിട്. സ്കൂൾ പോട്ടെ, മൈ ഫാമിലി, എന്റെ കുടുംബം. എന്നിട്ടിപ്പോ കുടുംബം എന്ത് ചെയ്യുന്നു? ഭാര്യ പണിക്ക് പോയിട്ട് 3-4 മാസമായി. എല്ലാം പോട്ടെ, മൈ റെപ്യൂട്ടേഷൻ, എന്നെ മറ്റുള്ളവർ കാണുമ്പോഴുള്ള അവരുടെ ബഹുമാനം. റെപ്യൂട്ടേഷൻ താമരാശൻ സാറെന്ന് പറയുമ്പം ഏത് ആ ബോംബെ പൂടെയാ എന്നാണ് ആൾക്കാർ ചോദിക്കണ. എന്തെങ്കിലും ചെയ്യണതിന്, അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ച് നക്കിക്കളയും. സാർ ഒരു മണ്ണാങ്കട്ടയല്ല, അത് നമ്മക്കറിയാം. മിണ്ടാരിയടോ, ആരെങ്കിലും കേൾക്കും. മൈ റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ അതൊക്കെ പോട്ടെ. നമ്മുടെ അഷ്ടാമൃത രാമനുജൻ എവിടെ പോയി? കാണാനില്ലല്ലോ. ആ കുട്ടിക്ക് പൂജയൊക്കെ ഈ 2 ബുക്കും പൂജ വെക്കാൻ പോവുകയാണ്. ഇനിയുള്ള 2 ദിവസം നിങ്ങളെ കാണാതെ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഈശ്വര, പൂജ എടുത്ത് കഴിയുമ്പോൾ ഈ ബുക്കിൽ പേജുകൾ കൂടിയിരിക്കണേ. അഷ്ടാമൃത ബുക്ക് പൂജ വെച്ച് ഇനി 2-3 ദിവസം മനുഷ്യന് ചെവി തല കേക്കാം. ടെക്സ്റ്റ് ബുക്ക് എല്ലാം സ്കാൻ ചെയ്ത് ഫോണിൽ PDF ആക്കി വെച്ചിട്ടുണ്ട്. എന്താ എടാ, പൂജ വെച്ചിട്ട് അങ്ങനെയൊന്നും വായിച്ചൂടാ. അതിന് ഞാനൊരു സൂത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. Assumption, consistency. If a preferred to be in a one particular instance, then he cannot choose a headset വെച്ചായിരിക്കുമല്ലേ കേൾക്കണത് അഷ്ടമുടി. Wrong ordering. No, എനിക്ക് ഉറച്ചു കേട്ടാലേ പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇത് കേൾക്കാനായി ഞാൻ 2 സ്പീക്കർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നീ എന്തൊരു ജീവിയാടേ? ഹോമോസാപ്പിയൻസ്, മനുഷ്യൻ. അത് പറഞ്ഞപ്പോഴാണ് മാൻജിഫറ ഇൻഡിക്ക ഏതിന്റെ ശാസ്ത്രീയ നാമമാണെന്ന് അറിയാമോ? അറിയാം, ടാറ്റ ഇൻഡിക. ഇഡിയറ്റ്സ്, മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണത്. മാങ്ങേ തിന്നാ ഉള്ളേണ്, അത് തിന്നാ മതി. അല്ലാതെ അതിന്റെ കുടുംബക്കാരെയും വീട്ടുകാരെയും അന്വേഷിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എക്സാമിന് പലരും പലതും ചോദിക്കും, അതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ട കാര്യവും നമുക്കില്ല. പിന്നെ ഒരു കാര്യം, ഇനി അങ്ങോട്ട് ഫുൾ അവധിയാണ് വരാൻ പോണത്. അതുകൊണ്ട് റൂമിൽ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നോളണം. അറിയാലോ നമ്മളാ? അറിയാം, ശങ്കരനും കൃഷ്ണനും അല്ലേ? പേര് മാറ്റിയോ? നിനക്ക് എന്തിനാ? പേരല്ല, ഒരുത്തനെ മിക്കവാറും മാറ്റേണ്ടി വരും. കറക്റ്റ് കൃഷ്ണൻ, ശങ്കരനെ മാറ്റണം. അവനൊരു അഴിവലി നാറ്റമുണ്ട്. ഉത്തരവില്ലാത്ത ഉത്തരക്കടലാസ് നോക്കി ഞാൻ യവന്മാർക്ക് എന്തൊരു മാർക്ക് കൊടുക്കാനാണ്? യവന്മാർ എഴുതി വെച്ചിരിക്കണം. റൈറ്റ് ടു ഫേമസ് quotes of 2 famous personalities. If you are bad, I am your dad. Rocky Bhai. இன்னுமா என்ன தெரியல? முடிச்சிடலாமா? பவர் ஹவுஸ் கூலி தேவ. ആരും വരെ പഠിപ്പിക്കണതൊക്കെ. ഹലോ സാറേ, ഒരു ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അതേതായാലും നന്നായി, കയ്യില് പൈസ ഒന്നും ഇല്ലാതിരിക്കുന്നു. അപ്പൊ അക്കൗണ്ട് നമ്പർ എഴുതി എടുത്തോ. 4094. അയ്യോ സാറേ, അതല്ല, പിന്നെ ന്യൂ അഡ്മിഷൻ.
സാറേ, ഒരു കുട്ടി അഡ്മിഷൻ എടുക്കാൻ അങ്ങോട്ട് പറഞ്ഞോണ്ട് എന്റെ റെക്കമെൻഡേഷനിലാണ് സാറിന്റെ സ്കൂളിലോട്ട് വിടുന്നത്. സാർ ഒന്ന് നോയിക്കൊള്ളണം. താങ്കൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആ കുട്ടി ഇവിടെ സുരക്ഷിതമായിരിക്കും. മാത്രമല്ല, ശ്രീ താമരാക്ഷൻ മെമ്മോറിയൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. എക്സ്റ്റൻഡ് വാറന്റി ആയി 7 ഇയർ ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് കുട്ടിയെ വിട്ടുള്ളൂ. പറ്റില്ല പറ്റില്ല പറ്റില്ല, പുതിയ ഒത്തിരി ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ പറ്റില്ല. പ്രിൻസിപ്പൽ സാർ, ഇപ്പൊ തന്നെ വിളിച്ച് ഞാൻ ക്യാൻസൽ ചെയ്യാം സാർ. സോറി സാർ. ക്യാൻസൽ. ഇവിടെ ആരെ കയറ്റണം, താമസിപ്പിക്കണം ഞാൻ തീരുമാനിച്ചോളാം. ഐ ആം ദ ഇൻചാർജ് ഓഫ് ദിസ് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രസ്റ്റീജ, ബട്ടർഫ്ലൈ, ഇൻബെക്സ് എന്തോന്നും ആയിക്കോട്ടെ, പക്ഷെ ഈ ഹോസ്റ്റൽ ഇവിടെ വേണോ വേണ്ടേന്ന് ഞങ്ങൾ തീരുമാനിക്കും. എന്ത് ചെയ്യൂടെ താൻ? എന്ത് ചെയ്യും? കത്തിക്കും. ഹോസ്റ്റൽ കത്തിച്ച് ഞങ്ങൾ ചാമ്പലാക്കും. എങ്കിൽ തന്നെ ഡിസ്മിസ് ചെയ്തേ ജയിലിലോട്ട് അയച്ചോളാം ഞാൻ. എങ്കിൽ കത്തിക്കും. ശങ്കരൻ ഒറ്റയ്ക്ക് കത്തിക്കും. എന്നിട്ട് അവൻ ജയിലിൽ പോകാൻ ദിവസമായി. ശങ്കരൻ, ഗെറ്റ് റെഡി. സാർ ഇതെന്തോന്ന് ഉദ്ദേശിച്ചാണ്? ഒരുത്തനെ കൂടെ ഇതിന്റെ അകത്ത് കയറ്റിയാൽ ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല. 4 കട്ടിലുണ്ട്, 2 കത്തിച്ചളയാ. ഓക്കെ, സ്ഥലമില്ല. ഷേഡോ, ഇവിടെ വന്നിരിക്കുന്ന ഒരു സാധാരണ കുട്ടിയല്ല. അവ എന്തോന്ന് ആൾക്കാരിയാ? He is an extraordinary brilliant student. എനിക്ക് ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. ശരി, ടെൻഷൻ. നിന്നെയൊക്കെ പോലത്തെ 2 പടുവാഴകൾ കൊണ്ട് ഈ സ്കൂളിന് ഒരു ഗുണവും ഇല്ല. വന്നവനും അഷ്ടാമൃതനും കൂടിച്ചേർന്നാൽ അവർ സ്കൂൾ ഗ്രോത്ത് വിൽ ബി അൺപ്രെഡിക്റ്റബിൾ. കേട്ടിട്ടില്ലേ? ശിവനും ശക്തിയും ചേർന്നാൽ മാസിഡ. അപ്പൊ ഈ ശിവനും ശക്തിയും ചേർന്നാൽ അത് മാസിഡ, ഇത് ആസിഡ. യുവാവിന്റെ പേരെന്താ? എന്റെ പേര് കോട്ടക്കൽ പാർത്ഥസാരഥി. ചെമ്പക്കാട് ബോയ്സ് സ്കൂളോടെ ഏവൽ ഭാഗത്തിൽ ടോപ്പറാണ് ഞാൻ. കുട്ടിയുടെ പേരെന്താ? ഐ എം KP അഷ്ടാമൃത രാമാനുജൻ. ഈ സ്കൂളിലെ 1 and only കറന്റ് ടോപ്പർ. കർണടിക്കുമോ? കോമഡി. എന്നെ പോലെ രസികൻ തന്നെ. ഞാൻ രസികന്റെ ആളല്ല, റൺവേയുടെ ആളാണ്. ദിലീപേട്ടന്റെ റൺവേ. ഓ, ഐ ലൈക്ക് ഇറ്റ്. അമൃതം, നമുക്ക് എന്തുകൊണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കൂടാ? വൈ നോട്ട്? ബട്ട് യു നോ സംതിങ്, എക്സാമിന് തന്നേക്കാൾ കൂടുതൽ മാർക്ക് ഞാൻ വാങ്ങിച്ചാൽ തനിക്കതൊരു വിഷമമാകുമോ? തന്നേക്കാൾ മാർക്ക് ഞാൻ വാങ്ങിച്ചാൽ തനിക്കത് വിഷമാകുമോ? കോമഡി. ഇത് കോമഡി അല്ല. 2 കൂടെ പശ തേച്ചാണ് കൊട്ടിന്നാണ് തോന്നണത് കേട്ടാ. ഏതായാലും ഒരുത്തം പുതുതായിട്ട് വന്നല്ലേ, പോയി മിണ്ടികളായ. ഹലോ, മൈ നെയിം ഈസ് കൃഷ്ണ. പീപ്പിൾ കോൾ മീ കൃഷ്. ജെംസ് ഉള്ള കയ്യിൽ ഞാൻ കൈ കൊടുക്കാറില്ല. ജംസാ, നീ എപ്പോ ജംസ് കഴിച്ച്? ഞാൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ അറിയണ്ടേ? ഫൂളിഷ് ഫെല്ലോസ്. ജെംസ് എന്നാൽ അണു. ഓ, വൃത്തിയുള്ള കൂട്ടത്തിലാണല്ലേ. ഞങ്ങൾ വൃത്തിയില്ലാത്ത കൂട്ടത്തിലാണ്. ലുക്സാരഥി, എവരോടൊന്നും കൂട്ടുകൂടാൻ നിൽക്കരുത്. ഞാൻ ആരോടും കൂട്ടുകൂടാനല്ല വന്നത്, തന്നോടും കൂട്ടുകൂടുന്നില്ല ഞാൻ. എനിക്ക് ഈ സ്കൂളിലെ ടോപ്പർ ആവണം, ടോപ്പ് നിരയിൽ എത്തണം. എങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചില്ല ഈ സ്കൂളിലെ ടോപ്പ് നില. വേണ്ട, അത് വേണ്ട. ഡോണ്ട് ഡു. എക്സ്ക്യൂസ് മീ, താൻ എന്തർത്ഥത്തിലാണ് ഇവിടുത്തെ ടോപ്പർ ആകുമെന്ന് പറയുന്നത്? ആം ഐ ജോക്ക് ടു യു? നോ, യു ആർ നോട്ട് എ ജോക്ക്, യു ആർ എ ജോക്കർ. തന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി താനൊരു ജോക്കർ ആണെന്ന്. യൗമാർ എന്താ ഈ പറയണ? യൗമാരുടെ യൂണിവേഴ്സിലെ ഈ ഡയലോഗൊക്കെയാണ് മാസ് ഡയലോഗ്സ്. I will show you who I am and what I am capable of. I will show you that. I know you are a show, but I am the show stealer. കാപ്പം തന്നല്ലേ. സ്റ്റീലും അലുമിനിയം എന്നൊക്കെ പറയണുണ്ട്. എനിക്ക് തോന്നുന്നു അവന്റെ തന്തപ്പടിക്ക് സ്റ്റീലിന്റെ വല്ല ബിസിനസ് ആയിരിക്കും. നമുക്ക് പോവാം. നീ നോക്കിക്കോ. I will refer the dictionary and I will give you the reply. നീ ഡിക്ഷണറി റെഫർ ചെയ്തോ, ആ സമയം കൊണ്ട് ഞാൻ ബുക്ക് റെഫർ ചെയ്ത് ടോപ്പർ ആകും. എങ്കിൽ ഞാൻ ബുക്ക് റെഫർ ചെയ്ത് ടോപ്പർ ആയതിനു ശേഷം ഡിക്ഷണറി റെഫർ ചെയ്യൂടാ. നീ ഒരു കണാപ്പൻ. സാറേ, ഇവിടെ ഉള്ളവന് വട്ടാണ്, വന്നവനും വട്ടാണ്. ഇനി ഇവിടെ നമ്മൾ നിന്നാ നമുക്കൂടെ വട്ടാവും. എനിക്ക് ആൾറെഡി വട്ട് വന്ന് തുടങ്ങി. അത് തന്നെയാടോ എനിക്കും വേണ്ടത്. എന്ത് വട്ടാ? അതല്ലടോ, പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്കൂൾ ഓഫ് ദ ഇയർ അവാർഡ് തിരിച്ചു പിടിക്കാൻ സഹായിക്കും. 2 പേരും പഠിച്ച് ഒരാൾ ടോപ്പ് ഗ്രോസർ ഓഫ് ദ മാർക്ക് ആവും. ഒരുത്തൻ ടോപ്പറും ആവും, ഒരുത്തൻ കില്ലറും ആവും. സാറിനെ ഒരുത്തൻ തട്ടും. എന്റെ കാൽക്കുലേഷനിൽ അതൊന്നും സംഭവിക്കില്ലടോ. പക്ഷെ അവന്മാരെ കാൽക്കുലേഷനില് ഇതെല്ലാം സംഭവിക്കും.
Oh, Jesus. സാറേ നമുക്ക് വേറെ റൂം സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? യൗമാരെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല. നാളെ സൂര്യോദയം നമുക്ക് കാണാൻ പറ്റൂല. ഇന്ന് സൂര്യ അസ്തമിക്കുമ്പോ നമ്മൾ അസ്തമിക്കും. അഷ്ടാമൃത ഈഗോ അടിച്ച് പൂജയ്ക്ക് വെച്ചിരുന്ന ബുക്ക് പഠിക്കാടുത്തോണ്ട് പോയി. കണ്ടില്ലേ, അതാണ് കുട്ടികൾ പഠിക്കുമ്പോഴുള്ള വാശി. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്. ഇത് വാശിയല്ല, ഇതിന് പച്ചമലയാളത്തിലെ വേറൊരു പേര് പറയും. സാറാണ്, ഞാൻ പറയുന്നില്ല അത്. ഡോ, ആ പിള്ളേരെ കണ്ട് പഠിക്കടോ. ഹൗ ടു സ്റ്റഡി, ഹൗ ടു ലീവ്, ഹൗ ടു സ്ലീപ്, ഹൗ ടു എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇല്ല സാർ, ഞങ്ങളുടെ ഈ ജീവിതത്തിൽ നമ്മൾ സംതൃപ്തരാണ്. സാറേ, ഒരു റൂം ഉണ്ട്, പക്ഷെ ആ റൂമിൽ ഞാനാണ് കിടക്കുന്നത്. ഗോ ടു യുവർ ഓൺ റൂം. ഹാപ്പി ലൈഫ്, എൻജോയ് ലൈഫ് വിത്ത് അടപ്രഥമൻ ആൻഡ് പാൽപായസം. താങ്ക് യു. 4 വിഷയം കൂടി ഒരുമിച്ച് പഠിക്കുമ്പോ ഞാൻ ടോപ്പർ ആവും പെട്ടെന്ന്. രാമുനെ കഹ കബി അൽവിദാനെ കഹന ഏരിയ ഓഫ് ഡെൽറ്റ PQR is equal to 180 സെന്റിമീറ്റർ by using angle bisector theorem. അവൻ ഏത് പോർഷനാണ് പഠിക്കുന്നതെന്ന് ഇവിടെ ഇരുന്ന് കേട്ടിട്ട് എനിക്ക് അതിന്റെ ഇരട്ടി പഠിക്കാൻ പറ്റും. കട്ടിന്റെ അടിയിൽ കയറിയിരുന്നത് എന്തായാലും നന്നായി. എനിക്കെല്ലാം കേൾക്കാം. രാമുനെ കഹ. ഡേ അമൃതം, what are you doing under the കട്ടിൽ? മൈ ബ്ലാക്ക് കോണകം ലോസ്റ്റ് യെസ്റ്റർഡേ നൈറ്റ്. ഐ ആം സെർച്ചിങ് ഓഫ് ഇറ്റ്. ഓ, അല്ലാതെ ഞാൻ എന്താ പഠിക്കുന്നത് നോക്കി പഠിക്കാൻ നീ വന്നതല്ലേ കണാപ്പൻ. അതൊക്കെ വായിച്ച് പഠിക്കാം, അല്ലെ ഞാൻ പഠിക്കുന്നതെല്ലാം പഠിച്ചോണ്ട് പോ. രാമുനെ കഹ കവി അൽവിദാനെ കഹന. രാമുന് ഇതേ പറയാനുള്ളൂ. അവൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇല്ലാത്ത സമയം നോക്കി എന്റെ ബുക്ക് എടുത്ത് അവൻ പഠിച്ചളയും. അതുകൊണ്ട് മലയാളം ഹിന്ദിയിൽ എഴുതി വെക്കാം, ഹിന്ദി മലയാളത്തിൽ എഴുതി വെക്കാം, മാത്സോ അപ്സൈഡ് ഡൗൺ എഴുതി വെക്കാം. കണാപ്പൻ. അഷ്ടാമൃത, നീ കേറിയിട്ട് കുറെ നേരായി ഏട്ടാ, ഇറങ്ങണില്ലേ? ഇല്ല കൃഷ്ണൻ, ഞാൻ ഇന്ന് ഇറങ്ങുന്നില്ല. യു നോ ഐ ഹാവ് കോൺസ്റ്റിപ്പേഷൻ. നീ അവിടെ തന്നെ സ്ഥിര താമസാക്കിക്കോടെ. ഓ, കോൺസ്റ്റിപ്പേഷൻ എന്ന വ്യാജേന ചുമത്തി ഇനി എല്ലാ ദിവസവും ഇവിടെ ഇരുന്ന് പഠിക്കാം. നിന്റെ സ്റ്റഡി ടേബിൾ ഇങ്ങോട്ട് മാറ്റിയാലോ? ഇവിടെ ആകുമ്പോ എല്ലാ സൗകര്യവും ഉണ്ട്. കുളിച്ചോണ്ട് പഠിക്കാം, യൂറിൻ പാസ് ചെയ്തോണ്ട് എഴുതാം. Oh my God, what a brilliant plan. She left for Delhi on Sunday, reaching there on Monday. Area of triangle ABC equal to area of triangle. സാരഥി, നീ എന്താ കാണിക്കണേ? കേട്ടിട്ടില്ലേ ശങ്കരൻ? ഇതാണ് തലകുത്തി എന്നുള്ള പഠിത്തം.